പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ നിങ്ങളെ അറിയിക്കട്ടെ. ഇതിൻ്റെ സഹകാരികളും ഉപകാരികളുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ധ്യാനിച്ചു വരുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവരും മനുഷ്യരുമായിട്ടുള്ള സ്വന്തം ബന്ധുമിത്രങ്ങളായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ദൈവം ഓരോരുത്തർക്കും ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവർക്ക് അനുരഞ്ജനത്തിൻ്റെ കൂട്ടായ്മ ദൈവം തക്ക സമയത്ത് ഒരുക്കിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രവിച്ചു പോകുന്നത്. തുടർന്ന് നമുക്ക് മുന്നോട്ട് ആ ഭാഗം തന്നെ ചിന്തിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. യാക്കോബും ഏശാവും ആ ഭാഗമാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലാബാൻ്റെയൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ യാക്കോബും ഏശാവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനം കേൾക്കുവാനും ആ വചനമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വന്നുപോയിട്ടുള്ള പോരായ്മകളോ കുറവുകളെല്ലാം വചന കേൾവിയിലൂടെ പരിഹരിക്കപ്പെടുവാനും മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൃപ ചൊരിയണമേ. ഞങ്ങൾക്ക് ആരോടെങ്കിലും വാശി, വൈരാഗ്യ, വെറുപ്പുകളൊക്കെ ഉള്ളവരാണല്ലോ കർത്താവെ, അതെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപദ്രവിച്ചവരെയോ ഞങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലൂടെ എങ്ങനെയാണ് അനുഭവിച്ചറിയേണ്ടത് ഞങ്ങൾക്ക് ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വായിച്ചു പോകുന്ന ആ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് വായിച്ചു പോകുന്നത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചതോ, യാക്കോബ് യാത്ര തുടർന്ന് അപ്പൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവനെ ആദ്യം എതിരേറ്റത് ദൈവദൂതന്മാരാണ്. അത് നമ്മൾ കണ്ടു. രണ്ടാമത് ഏശാവ് വരുന്നുണ്ടെന്നറിഞ്ഞ് ഏശാവിൻ്റെ മനസ്സ് യാക്കോബിനോട് അനുകൂലമായി കിട്ടുന്നതിനു വേണ്ടി യാക്കോബിൻ്റെ ആടുമാടുകളും ഒക്കെ സമ്മാനമായി കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് ദൂതന്മാരെ അയക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ദൂതന്മാർ തിരിച്ചു വന്നിട്ട് പറയുന്നു, നിൻ്റെ സഹോദരൻ ഏശാവ് 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ യാക്കോബ് വളരെ ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു എന്നാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നാം എന്ത് ചെയ്താലും ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ, ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭയം വർദ്ധിക്കും. കാരണം നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതും ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്നത് മരണഭയമാണ്. ചിലർ മരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിച്ച് കൊതി തീർന്നില്ല.
ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള കൊതിയാണ് നമ്മളെ ഭയപ്പെടുത്താനുള്ള കാരണം. യാക്കോബിന് ഭയമുണ്ടാകുന്നതിൻ്റെ കാരണം ജ്യേഷ്ഠൻ അവനെ കൊല്ലും എന്ന വാക്കാണ്. അവിടെ ഭയമുണ്ടാകുമ്പോൾ നമുക്ക് ഏതെല്ലാം വിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളുമാണ് നമ്മുടെ മേൽ വന്നു കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യാക്കോബ് പിന്നെ അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുകയാണ്, എങ്ങനെ ഏസാവിനെ നേരിടണം. 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു. അപ്പോൾ തൻ്റെ ആടുമാടുകളെയൊക്കെ ദൂതന്മാരെയൊക്കെ ഗണങ്ങളായിട്ട് തിരിക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു മുൻവിധിയോടുകൂടിയാണ് യാക്കോബ് യാത്ര തുടരുന്നത്. കാരണം എന്താണ്? 20 വർഷം മുമ്പ് ഏസാവ് പറഞ്ഞ കാര്യം, കൊല്ലുമെന്ന് പറഞ്ഞ ആ ഭയപ്പെടുത്തുന്ന വാക്ക് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. പ്രിയമുള്ളവരെ, അവനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ, നിൻ്റെ നാട്ടിലേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങീ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ പ്രാർത്ഥന ഭയത്തിൽ നിന്നാണ്. ഒന്ന്, ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിനക്ക് നന്മ ചെയ്യും, നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് നീ തിരികെ വരുമെന്ന് നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ഒരു വടിയുമായിട്ടാണെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. വലിയ കൂട്ടമായി 2ആയിട്ട് തിരിച്ച് ഒന്നിനെ നശിപ്പിച്ചാലും ഒന്ന് ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിക്കാതെ ജീവിതത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തു പോകുവാനുള്ള ഭാഗം എൻ്റെ കയ്യിലുണ്ട്. ആദ്യം ഞാൻ ഒരു ഗണത്തെ സഹോദരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാലും അതിനെ നശിപ്പിച്ചാലും സഹോദരനെ നേരിടാതെ എനിക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് നഷ്ടമൊന്നും വരുന്നില്ല. 2 ഗണമായി ഞാൻ വർദ്ധിച്ചിരിക്കുകയാണ്. അതെല്ലാം നിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുകയാണ്. നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. എല്ലാം എനിക്കിപ്പോഴുണ്ട്, അതെല്ലാം നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഒരു വടിയുമായിട്ടാണ് വന്നത്. ഞാൻ ഒന്നും കരുതാതെയാണ്, ഒന്നുമില്ലാത്തവനായിട്ടാണ് ഞാൻ കടൽ കടന്നത്. ഇപ്പോൾ എനിക്ക് വലിയ സമ്പന്നതയുണ്ട്. ദൈവത്തിന് നന്ദി എന്ന് പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇവിടെ യാക്കോബ് പറയുന്നത്, ഞാൻ യോർദാൻ കടന്നത് ഒരു വടിയായിട്ടാണ്. ഗൾഫ് മേഖലയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ ചിന്തിക്കുക, ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വേദനകളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ മിടുക്കുകൊണ്ട് ദൈവം സഹായിച്ചു എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടും
നമ്മൾ നമ്മുടെ അഹങ്കാരത്തോടു കൂടി ജീവിക്കുകയാണ്. പരിശോധിക്കുക പ്രിയമുള്ളവരെ. യാക്കോബ് വളരെ ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ കരുതാമെന്നും നീ എന്നെ കാത്തുകൊള്ളാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണല്ലോ. ഞാൻ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായിരുന്നല്ലോ, നീയാണ് എനിക്കിപ്പോൾ ഇതെല്ലാം തന്നത്. യാക്കോബ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമാണത്. സത്യമായൊരു കാര്യത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതിന് എന്താണ് പ്രിയമുള്ളവരെ തെറ്റുള്ളത്? നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ എന്നേ മാറി. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ഇനിയും പോരാ പോരാ എന്നുള്ള ഒരു പ്രാർത്ഥനയാണോ? അതെയോ തന്നിടത്തോളം നന്ദി? ഞാൻ 20 കൊല്ലം മുമ്പ് നോക്കുമ്പോൾ, 30 കൊല്ലം മുമ്പ് നോക്കുമ്പോൾ, 50 കൊല്ലം മുമ്പ് നോക്കുമ്പോൾ, ഞാൻ എൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വെറും 0 ആയിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള സമ്പത്തുകളും സൗകര്യങ്ങളും ഉണ്ട്. ദൈവമേ, നീയാണിത് എനിക്ക് തന്നത്. അതുകൊണ്ട് ഇതില്ലാത്തവനും ഞാൻ പങ്കുവെക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു നന്ദി സൂചകമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണിത്. 12-ാമത്തെ വാക്യത്തിൽ 32:12 വീണ്ടും യാക്കോബ് പറയുകയാണ്, നിനക്ക് നന്മ ചെയ്തു നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വലിയ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. യാക്കോബ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും സാധ്യതകൾ ഇപ്പോഴത്തെ രീതിയിൽ കുറവാണ്. അങ്ങ് ദൂരെ നിന്ന് സഹോദരൻ ഏസാവ് 400 ആളുകളോട് കൂടിയാണ് വരുന്നത്. ഈ ആളുകളെല്ലാം കൂടി ചേർന്ന് എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ എന്ത് ഭാവി, എന്ത് പ്രത്യാശ? ദൈവമേ, ശത്രുകരങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജ്യേഷ്ഠൻ്റെ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, എൻ്റെ സഹോദരൻ്റെ മനസ്സലിയാൻ ഇടയാക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. എൻ്റെ അയൽവാസിയുടെ മനസ്സലിയാൻ ഇടയാക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. നാം ഏത് പ്രതിസന്ധിയെയാണോ നേരിടുന്നത്, ആ പ്രതിസന്ധി നമ്മളിൽ നിന്ന് മാറി സമാധാനം ആശംസിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. മാത്രമല്ല, ഇവിടെ യാക്കോബിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്, അവൻ ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. നീ എനിക്ക് ഇന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണല്ലോ, പക്ഷേ എൻ്റെ മുൻപിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എല്ലാം ശൂന്യതയാണ്. എന്തൊക്കെ ഉണ്ട്? 2 ഗണം ആളുകളുണ്ട്, 2 ഗണം ആടുമാടുകളുണ്ട്, 2 ഗണം വസ്തുവകളുണ്ട്, 2 ഭാര്യമാരുണ്ട്, അതിൽ മക്കളുണ്ട്, പരിചാരികമാരുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഒന്ന് മാത്രം എൻ്റെ മനസ്സിലില്ല, സമാധാനം. ഞാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് നന്മ ചെയ്ത് നിൻ്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞിട്ട് യാക്കോബ് അന്ന് രാത്രി അവൻ അവിടെ താവളമടിച്ചു. തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിന് ഒരു സമ്മാനമൊരുക്കി. 200 പെൺകോലാടും 20 ആൺകോലാടും 200 പെണ്ണാടും 20 മുട്ടാടും കറവയുള്ള 30 ഒട്ടകം, അവയുടെ കിടാക്കൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത,
എന്നിവയെ അവൻ മാറ്റി നിർത്തി. പ്രിയമുള്ളവരെ, സമ്പത്തിൻ്റെ ആധിക്യം നിസ്സാരമാണോ? ഈ 40 പശു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് എൻ്റെ തൊഴുത്തിൽ വലിയ കറവയുള്ള 30 പശുക്കളുണ്ടായിരുന്നു. 10 ലിറ്റർ, 15 ലിറ്റർ, 20 ലിറ്റർ, 25 ലിറ്ററൊക്കെ പാല് കറക്കുന്ന 30 പശുക്കൾ. ആ 30 പശുക്കളെ കറന്നു കിട്ടുന്ന വരുമാനം തന്നെ നല്ലൊരു വരുമാനമുണ്ട്. ഇതിവിടെ സഹോദരന് യാക്കോബ് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സമ്മാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 40 പശുക്കളാണ്. പിന്നെ കഴുത, ഒട്ടകം, കാള, പെൺകഴുത, ആൺകഴുത, എല്ലാ കൂട്ടങ്ങളുമുണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ സമ്പന്നത എത്രമാത്രമാണെന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, എത്ര സമ്പന്നനാണെങ്കിലും മരണഭയം അത് നിസ്സാരമല്ല. എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ദൈവാധീനത്തിലാണ് ഇതൊക്കെ രൂപപ്പെട്ടതെന്ന് പറഞ്ഞാലും മരണഭയം തന്നെയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, നുകരുന്നോന് കടും കയ്പാ നീ മരണക്കാസാം. മരണം മുന്നിലുണ്ട് എന്ന് ചിന്തിക്കുന്നത്, അപകടം മുന്നിലുണ്ട് എന്ന് ചിന്തിക്കുന്നത്, എല്ലാം നശിച്ച് തകരാറിലാകുമെന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വസ്ഥതയും സ്വൈര്യവും നഷ്ടപ്പെടുന്നതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും. മനുഷ്യൻ ഭയപ്പെടുന്നത് പോലെ ഒന്നും അവന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഇവിടെ യാക്കോബ് ഭയപ്പെടുന്നത് പോലെ ഒന്നും യാക്കോബിന് സംഭവിക്കുന്നില്ല. കാരണം അവൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ എന്നെ ഇന്നതുപോലെ ആക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇന്നതുപോലെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ എന്നെ ഇന്നടത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ ഭയപ്പെടുന്ന പോലെ ഒന്നും അവന് സംഭവിക്കുന്നില്ല എന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാക്കോബ് അവൻ്റെ ജ്യേഷ്ഠന് ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തിരിച്ച് ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക, കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നത്. തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ മനസ്സ് വെന്ത് നീറുന്നൊരു പ്രാർത്ഥന. യാക്കോബ് അതുവരെയും ഇത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുകയില്ല. അതുവരെയും ഇത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടാകുകയില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സങ്കടം എല്ലാം ആവശ്യത്തിലേറെയുണ്ട്. പക്ഷേ ഒന്നും വേണ്ടവണ്ണം അനുഭവിക്കാൻ കഴിയുമോ എന്ന ഭയം. എല്ലാം ആവശ്യത്തിലേറെയുണ്ട്, പക്ഷേ വേണ്ടവണ്ണം അനുഭവിക്കാൻ കഴിയുമോ എന്ന ഭയം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഭയമുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാം ധാരാളമുണ്ട്, പക്ഷേ വേണ്ടവണ്ണം അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണോ? നിനക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. നിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ക്രിസ്തു യേശു നമ്മുടെ മധ്യത്തിൽ ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി നിൽക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലും ഒന്നുമല്ലാത്തവനെ പോലുമായ ഒരു മരണഭയം എന്നെ പിടികൂടിയിരിക്കുകയാണ്.
എല്ലാമുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, പ്രിയ സ്നേഹിത, ആയുസ് കുറവാണ്, ദിവസങ്ങൾ കുറവാണ്. ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടാൻ സാധ്യത കുറവാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ കരളിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ നട്ടലിൻ്റെ കശേരികൾ ഇളകിയിരിക്കുകയാണ്, അതിന് തേയ്മാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വലിയൊരു ഓപ്പറേഷന് നിങ്ങൾ വിധേയനാകേണ്ട വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ചെയ്താലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാമുണ്ട്, പക്ഷെ ഭാവിയില്ല. എല്ലാമുണ്ട്, ഭാവിയിലൊരു ശൂന്യത, ഭാവിയൊന്നും കാണുന്നില്ല. പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക. ദൈവം ഇതിൻ്റെ മധ്യത്തിലുണ്ട്, ദൈവം ഇതിൻ്റെ ഇടയിലുണ്ട്. ദൈവം പ്രവർത്തിക്കും, തക്ക സമയത്ത് പ്രവർത്തിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.